ആണുങ്ങൾക്കും കരയാം, മെൻ ക്യാൻ ക്രൈ എന്ന് ഇപ്പോഴാണ് ആണുങ്ങൾക്ക് ആ ഒരു ഗ്രീൻ സിഗ്നൽ സൊസൈറ്റി കൊടുത്തത്. വൈ ഡു മെൻ പ്രിഫർ സൈലൻസ്? വൈ ഡു മെൻ സിറ്റ് ഇൻ സൈലൻസ്? Men's health is always a forgotten area. See, all the focus is on females. ആണുങ്ങളുടെ മെൻസ് ഹെൽത്തിനെ കുറിച്ചിട്ട് ആരും എന്തുകൊണ്ടോ പറയുന്നില്ല, ആണുങ്ങൾ തന്നെ പറയുന്നില്ല. വൈ? പല പുരുഷന്മാരും ഇതൊരു അനുഭവിക്കുന്നുണ്ട്, ഈ ഉദാഹരണ പ്രശ്നങ്ങളും സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ വിത്ത് പെനിസ്? ആണുങ്ങൾ ഈക്വൽ ടു പെനിസ് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പെനിസിൽ ഒരു 3 പാർട്ടുണ്ട് പെനിസിന്. ഇപ്പോഴാണ് നല്ലൊരു റിജിഡ് ആയിട്ടുള്ള ഉദാഹരണം കിട്ടുന്നത്. ഇറക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പ്രോസസ് അല്ല. നമ്മൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല, പേടിയുണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല. വൈ മെൻ ആർ സോ കോൺഷ്യസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ പെനിസ്? പെനിസിന്റെ സൈസ് എന്ന് വെച്ചാൽ ഓരോ റേസിനും ഡിഫറെന്റ് ആണ്. ലെങ്ത്, ഏറ്റവും ലെങ്തിയർ പെനിസ് ഉള്ളത് ആഫ്രിക്കൻസിനാണ്. പെനിസിന്റെ ലെങ്ത് കൂട്ടാനായിട്ടുള്ള ഒരു ദിവസം ഒരു പത്രത്തിൽ തുറന്നു നോക്കണം, വയാഗ്രയ്ക്ക് പകരം വയാഗ്രോ. സോ നമുക്ക് പെനിസിന്റെ സൈസ് ലെങ്ത്തും വിഡ്ത്തും കൂട്ടാൻ പറ്റുന്നാണോ പറയുന്നത്? ചില കേസുകളിൽ 3 സെന്റിമീറ്റർ വരെയൊക്കെ ലെങ്ത് കിട്ടാറുണ്ട്. 55,000 പുരുഷന്മാരിൽ ചെയ്ത സ്റ്റഡിയാണ്. ആവറേജ് പെനൽ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്, ഏകദേശം 20% ഇൻക്രീസ് എന്നാണ് പറയുന്നത്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. മെൻ ക്യാൻ ക്രൈ, ആണുങ്ങൾക്കും കരയാൻ പറ്റുമെന്ന് സമൂഹം വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ അംഗീകരിച്ചിട്ട്. ആണുങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടോ? ഡു മെൻ ഹാവ് ഇമോഷൻസ് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് മെൻസ് ഹെൽത്തിനെ കുറിച്ചും ആണുങ്ങളുടെ സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ചും വെൽനെസ്സിനെ കുറിച്ചും ഇന്ന് ഡോക്ടർ സ്പീക്കിംഗ് സംസാരിക്കാൻ പോകുന്നത്. കൂടിയുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ സീനിയർ വിഭാഗം കൺസൾട്ടിംഗ് യൂറോളജിസ്റ്റായ സന്ദീപ് പ്രഭാകരാണ്. നമസ്കാരം ഡോക്ടർ. വൈ ഡു മെൻ പ്രിഫർ സൈലൻസ്? വൈ ഡു മെൻ സിറ്റ് ഇൻ സൈലൻസ്? ആണുങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങളൊന്നും ആരടുത്തും പറയാത്തത്? വൈ ആർ ദേ ഹൈഡിങ് ദെയർ ഇമോഷൻസ്? നമ്മളെ സൊസൈറ്റിയിൽ ബേസിക്കലി പുരുഷന്മാരെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളെല്ലാ പുരുഷന്മാരെയൊക്കെ വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനായിട്ടൊരു വേദികൾ വളരെ കുറവാണ്. ഓക്കെ, സെക്കൻഡ് തിങ്, മെയിൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെ, നമ്മൾ ഫ്രണ്ട്സുമായിട്ടുള്ള ബോണ്ടിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, മെൻ്റൽ ഇപ്പോൾ ഒരു മാനസികാസ്വാസ്ഥ്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ നമ്മളൊരു വീക്കായിട്ടുള്ള ക്യാരക്ടർ ആയി മറ്റുള്ളവർ കാണുമെന്നുള്ളൊരു ഭയം കുറേ പുരുഷന്മാർക്കെങ്കിലും ഉണ്ട്. ആണുങ്ങൾ എപ്പോഴും എപ്പോഴും ടഫായിരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണല്ലോ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലെ മെൻസ് അധികം നമ്മളുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ഷെയർ. ആണുങ്ങൾക്കും കരയാം, മെൻ ക്യാൻ ക്രൈ എന്ന് ഇപ്പോഴാണ് ആണുങ്ങൾക്ക് ആ ഒരു ഗ്രീൻ സിഗ്നൽ സൊസൈറ്റി കൊടുത്തത്. ഇപ്പം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആണുങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ത്രീകളുടെ വെൽനെസ്സിനെ കുറിച്ചും സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പോഡ്കാസ്റ്റുകളും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആണുങ്ങളുടെ മെൻസ് ഹെൽത്തിനെ കുറിച്ചിട്ട് ആരും എന്തുകൊണ്ടോ പറയുന്നില്ല, ആണുങ്ങൾ തന്നെ പറയുന്നില്ല. വൈ? മെൻസ് ഹെൽത്ത് ഈസ് ആൾവേസ് എ ഫോർഗോട്ടൺ ഏരിയ ആണ്. ഓൾ ദ ഫോക്കസ് ഈസ് ഓൺ ഫീമെയിൽസ്. ഫീമെയിൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ മെൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു അതിലോട്ട് എല്ലാവരും കണ്ണടയ്ക്കുന്നതാണ് കാണുന്നത്. ആക്ച്വലി മെൻസിനും ഈക്വൽ ലെവൽ ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഫീമെയിൽസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള പ്രോബ്ലംസ് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് നമ്മൾ പതുക്കെ നമ്മളുടെ സമൂഹത്തിൽ ചേഞ്ചുകൾ വന്നു തുടങ്ങി. ഓക്കെ, മെൻ ക്യാൻ ആൾസോ സീക്ക് ഹെൽപ്പ് എന്നുള്ളൊരു സിദ്ധാന്തത്തിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെൻസ് സെക്ഷൽ ഹെൽത്ത് എന്ന് വെച്ചാൽ അത് ബേസിക്കലി ഒരു ടാബു അസോസിയേറ്റഡ് സബ്ജക്റ്റാണ് മെൻസ് സെക്ഷൽ ഹെൽത്ത്. ഒരാൾ ഉദാഹരണ പ്രശ്നം ഉണ്ടെന്ന് മറ്റൊരാളോട് പറയാന്ന് വെച്ചാൽ ആളുടെ ഒരു മനസ്സിലുണ്ടാവുക, സോ ഐ ആം എ വീക്ക് മെയിൽ എന്നുള്ളൊരു ഫീലിംഗ് മറ്റാൾക്ക് വരും. അപ്പോൾ അതൊരു പല പുരുഷന്മാരും ഇതൊരു അനുഭവിക്കുന്നുണ്ട്, ഈ ഉദാഹരണ പ്രശ്നങ്ങളും സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ. പക്ഷെ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത്. അതിൽ 1% മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഇവാലുവേഷനോ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ മുതിരുന്നത്. ബാക്കി എല്ലാവരും ജസ്റ്റ് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു എന്താ പറയുക ബെഡ്റൂം വിൽ ബി ജസ്റ്റ് ലൈക്ക് 2 റൂംമേറ്റ്സ് പോലെ ജീവിക്കുന്ന കപ്പിൾസിനെ, കുറേ കാലമായിട്ട് ജീവിക്കുന്ന കപ്പിൾസ് ഉണ്ടാവും. അതിലൊരു കാരണം പ്രോബബ്ലി ഉദാഹരണ പ്രശ്നങ്ങളുള്ള പുരുഷന്മാരായിരിക്കും. അപ്പോൾ അവർ തന്നെ അവേർഷൻ കാണിക്കുന്നു, സെക്സിനോട് അവേർഷൻ കാണിക്കുന്നു. അപ്പോൾ സെക്സിനോട് പുരുഷൻ അവേർഷൻ കാണിക്കുമ്പോൾ ജനറലി നമ്മളുടെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ആ ഒരു അങ്ങനെയാണ് ബ്രോട്ടപ്പ് അങ്ങനെയാണ് ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഓക്കെ, സോ ഫീമെയിൽ വിൽ ബി ആൾസോ ഷോയിങ് നോട്ട് മച്ച് ഇൻട്രസ്റ്റ് ഈവൻ ദോ ഷീ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ്. പുരുഷൻ അതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, കാരണം അതിന് ഇത്തരം പ്രശ്നങ്ങൾ, സെക്ഷുവലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കത് അവരുടെ തന്നെ ഒരു അഭിമാനത്തിന് പ്രോബ്ലം ഉണ്ടാവുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവരത് അതിൽ നിന്ന് വേറിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അതിനെ ആ ഏരിയ ജസ്റ്റ് സപ്രസ് ചെയ്ത് നടക്കും. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ വിത്ത് പെനീസ്? എന്താണ് പെനീസ്? ആണുങ്ങൾ തന്നെ പറയുമ്പോൾ ഈക്വൽ ടു പെനീസ് എന്നാണ്. നമുക്ക് വേറെ സെക്ഷൽ ഓർഗാൻസ് ഒന്നും പറയാനും ഇല്ല. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പറയാം, നമുക്ക് വേറെയും കുറേ ഓർഗാൻസ് ഉണ്ട്. പക്ഷെ ആണുങ്ങൾ ഈക്വൽ ടു പെനീസ് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ വാട്ട് ഈസ് ദ ബിഗ് ഡീൽ വിത്ത് പെനീസ്? എന്താണ് ഈ ഒരു പെനീസിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്? പെനിസ് ബേസിക്കലി അതൊരു ജനനേന്ദ്രിയം എന്നാ പറയുക അല്ലേ, പെനിസ് എന്ന് വെച്ചാൽ. അപ്പോൾ പെനിസിൽ ഒരു 3 പാർട്ടുണ്ട് പെനിസിന്. ബേസിക്കലി 3 പാർട്ടിന് 3 സിലിണ്ടറുകളാണ് പെനിസിലുള്ളത്. 2 സിലിണ്ടറുകളുടെ പേരാണ് കോർപ്പോറോ കാവർണോസ എന്ന് പറയും. അതാണ് ഒരു മേജർ പാർട്ട് ഓഫ് ദ പെനിസ്. പിന്നെ ഏറ്റവും ടിപ്പിലായിട്ടുള്ള ഭാഗം, അതിൻ്റെ പറയുന്ന പേരാണ് കോർപ്പോറോ ഗ്ലാൻലോസ എന്ന് പറയും. എന്താ ഫംഗ്ഷൻ എന്ന് പറയാം. കോർപ്പോറോ കാവർണോസയ്ക്ക് ചുറ്റുമായിട്ട് ഒരു ടഫ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്, അതിൻ്റെ പേരാണ് ട്യൂണിക്ക ആൽബുജിനിയ. ഓക്കെ, അപ്പോൾ ഈ കോർപ്പോറോ കാവർണോസയിൽ നമുക്കൊരു സെക്ഷൽ തോട്ട് ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഇരച്ചു വരിക, വളരെ എന്താ പറയുക, ഹൈ പ്രഷറിലുള്ള ബ്ലഡ് വന്നതിൽ നിറയുക ചെയ്യുക. അപ്പോൾ ആ നിറയുന്ന സമയത്ത് ഏകദേശം 1500 മില്ലിമീറ്റർ മെർക്കുറിയോളം പ്രഷർ ഇൻസൈഡ് പെനിസ് ജനറേറ്റ് ചെയ്യുന്ന പറയുക. അപ്പോഴാണ് നല്ലൊരു റിജിഡ് ആയിട്ടുള്ള ഉദാഹരണം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പെനിസിന് ദൃഢത തരുന്നത്. ഓക്കെ, പെനിട്രേഷന് വേണ്ടിയുള്ള ദൃഢത തരുന്നത് കോർപ്പോറോ കാവർണോസയിലെ ബ്ലഡ് ഫ്ലോ ആണ്. ആ ബ്ലഡ് ഫ്ലോ വന്ന് അത് ബ്ലോക്ക്, നല്ല വീനോക്ലൂസീവ് മെക്കാനിസം എന്ന് പറയും. ആ വരുന്ന ബ്ലഡിനെ പിടിച്ചു നിർത്താനുള്ളൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ ആ മെക്കാനിസം വരുമ്പോഴാണ് നമുക്ക് റിജിഡ് ആയിട്ടുള്ള ഇറക്ഷൻ കിട്ടുന്നത്. കോർപ്പോറോ ഗ്ലാൻഡുലോസ എന്ന് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുള്ള ഇറക്ഷൻ ഉണ്ടാവുക. അത് ടിപ്പ് ഓഫ് ദ പെനിസ്, ഒരു ഗ്ലാൻഡുലാർ, അവിടെയാണ് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ സെൻസേഷൻ കിട്ടുന്ന ഒരു അവയവമാണ് കോർപ്പോറോ ഗ്ലാൻഡുലോസ. അപ്പോൾ ഈ ഇറക്ഷൻ എന്ന് വെച്ചാൽ ഒരു വളരെ കോംപ്ലക്സിറ്റി ഉള്ളൊരു പ്രോസസ്സാണ്. അതൊരു ബേസിക്കലി ന്യൂറോ സൈക്കോളജിക്കൽ ഇവൻ്റാണ്. ഇതിനുള്ളൊരു ഇമ്പൾസ് നമ്മളെ ബ്രെയിനിൽ നിന്ന് വരണം. ഓക്കെ, ബ്രെയിനിൽ നിന്ന് വന്ന് അത് നമ്മളുടെ സ്പൈനൽ കോഡിൽ വന്ന് സ്പൈനൽ കോഡിലെ ചില ന്യൂക്ലിയസിലൂടെ അത് മോഡുലേറ്റഡ് ആയി, എന്നിട്ടാണ് പെനിസിലെ നാഡികളിലോട്ട് ഈ എന്താ പറയുക ഇമ്പൾസസ് വരുന്നത്. ആ ഇമ്പൾസസ് വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മോളിക്കുളുണ്ട്, നൈട്രിക് ഓക്സൈഡ് എന്നുള്ളൊരു മോളിക്കുളുണ്ട്. നൈട്രിക് ഓക്സൈഡ് എന്ന മോളിക്കുള് ഈ പെനിസിലോട്ട് വരുന്ന നാഡികൾ, കാവർണസ് നെർവ്സ് എന്ന് പറയും, ആ നെർവ്സ് എൻഡിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നൈട്രിക് ഓക്സൈഡിൻ്റെ ഒരു ഇമ്പൾസ് വരുമ്പോൾ ആ നൈട്രിക് ഓക്സൈഡ് ഈ കാവർണോസ്, കോർപ്പോറോ കാവർണോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 വലിയ സിലിണ്ടേഴ്സ് ഉണ്ട് പെനിസിൽ, അതിനുള്ളിലുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽസ് ഹൈ ആവുന്നു. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ രക്തധമനികളാണ് ഈ കോർപ്പോറോ കാവർണോസയിലുള്ളത്, അതിൻ്റെ വലിപ്പം അങ്ങോട്ട് കൂട്ടുന്നു, വികാസം ഉണ്ടാവണം. അപ്പോൾ വികാസം ഉണ്ടാവുന്നതുകൊണ്ടാണ് അതിന് നമുക്ക് ഇറക്ഷൻ കിട്ടുന്നത്. ഒരു നോർമൽ ഒരു ഡീട്യൂമുസൻ പെനിസ്, അതായത് ഉദാഹരണം ഇല്ലാത്ത പെനിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇരട്ടി വലിപ്പമാണ് ട്യൂമുസൻസ് വരുമ്പോൾ ഉണ്ടാവുന്നത്. അതിന് കാരണം വെച്ചാൽ ആ ഒരു രക്തധമനികളിൽ ഉണ്ടാവുന്ന വികാസം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ആ വികാസം വന്നുകൊണ്ടിരിക്കട്ടെ, അതിനോടൊപ്പം തന്നെ ആ ഇരച്ചു വരുന്ന ബ്ലഡ്, ഞാൻ പറയാം 1500 മില്ലിമീറ്റർ മെർക്കുറിയോളം പ്രഷറിലാണ് ബ്ലഡ് വരുന്നതിനുള്ളിൽ ആ സമയത്ത്, ഇറക്ഷൻ വരുന്ന സമയത്ത്. ആ സമയത്ത് ആ ബ്ലഡിനെ പിടിച്ചു നിർത്താനൊരു മെക്കാനിസം ഉണ്ട്. അതായത് വരുന്ന ബ്ലഡിനെ, അതിനെ പറയുന്ന പേരാണ് വീനോ ഒക്ലൂസീവ് മെക്കാനിസം. അതായത് പുറത്തോട്ട് ബ്ലഡ് പോവാതെ പിടിച്ചു നിർത്താനുള്ള മെക്കാനിസം. അപ്പോൾ ഇത്തരം വളരെ സങ്കീർണമായിട്ടുള്ള കുറേ പ്രക്രിയകൾ ഇതിൽ ഇറക്ഷനുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. സൈക്കിൾ ഓഫ് ഇറക്ഷൻ. അല്ലാതെ ഇറക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. നമ്മൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല, പേടിയുണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല. കാരണം ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രെയിനിൽ നിന്നാണ്, സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രെയിനിലാണ്. സ്പൈനൽ കോഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇറക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ, സ്പൈനൽ കോഡിൽ ആ പാത്തി വരുന്ന ഇവിടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വന്നു, സ്പൈനൽ കോഡിൽ സുഷുമ്നയിലോട്ട് ഇറങ്ങി, സുഷുമ്നയിലുള്ള ന്യൂക്ലിയസുകളിൽ അതിന് മോഡുലേഷൻ നടക്കുന്നു. ഓക്കെ, അതിനുശേഷമാണ് നാഡികളിലോട്ട് വരുന്നത്. നാഡികളിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് ഇമ്പൾസ് പോവുക ചെയ്യുക. അപ്പോൾ എവിടെ വേണമെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് ഉദാഹരണം ഉണ്ടാവില്ല. ബ്രെയിനിൻ്റെ പ്രോബ്ലം, നമുക്ക് ടെൻഷനുള്ള സമയത്ത്, ആ സമയത്തൊന്നും അതൊക്കെ സപ്രസ്ഡ് ആയിരിക്കും. ആ സിഗ്നലിംഗ് ഒക്കെ സപ്രസ്ഡ് ആയിരിക്കും. സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇറക്ഷൻ ഉണ്ടാവില്ല രോഗികൾക്ക്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തിറങ്ങി നാഡികൾ വരുന്നു, നാഡികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയബറ്റീസിലൊക്കെ എന്താ ഉണ്ടാകുന്നത്, നാഡികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇറക്ഷൻ ഉണ്ടാവില്ലേ?
അങ്ങനെയല്ല പറയുന്നത്. അത് എക്സ്ക്ലൂഷൻ അല്ല. ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് കുറേ കാലം ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലൊക്കെ നാഡികളിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ന്യൂറോപ്പതി എന്ന് പറയും, ന്യൂറോപ്പതി. ആ ന്യൂറോപ്പതിയുടെ കാരണത്താൽ ഇറക്ഷൻ്റെ ഇത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് വളരെ കോമൺ ആണ്. വൺ ഓഫ് ദ കോമണസ്റ്റ് കോസ് ഓഫ് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ, ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. അതായത് ഈ ജനിതകമല്ല, ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിലുള്ള ഒരു പ്രോബ്ലം, അതായത് എക്സെപ്റ്റ് സൈക്കോളജിക്കൽ, ആ ബ്രെയിനിന്റെ പ്രോബ്ലം അല്ലാത്ത രീതിയിൽ വരുന്ന ഇറക്ടൽ ഡിസ്ഫങ്ഷനിൽ ഏറ്റവും, അതായത് സൈക്കോളജിക്കൽ ഇറക്ടൽ ഡിസ്ഫങ്ഷനാണ് ഒരു സെറ്റ്. അതായത് നമുക്ക് ടെൻഷൻ, ആങ്ഷൈറ്റി, സ്ട്രെസ് ഉള്ളപ്പോൾ ഇറക്ഷൻ കിട്ടില്ല ഡെഫിനറ്റ്ലി. അതൊരു സെറ്റ്. അടുത്താണ് ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. അതായത് നമ്മുടെ ഈ ബ്രെയിനിൽ നിന്നുള്ള പാത്വേയിൽ നിന്ന് വരുന്ന ആ ഇമ്പൾസ് പാത്വേയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, നാഡികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിന് അല്ലെങ്കിൽ പെനിസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പെനിസിലുള്ള ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അവയെ പറയുന്ന പേരാണ് ഓർഗാനിക്. അത് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇറക്ടൽ ഡിസ്ഫങ്ഷനിൽ ഏറ്റവും കോമണസ്റ്റ് കോസ് എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആണ്. അപ്പോൾ ഇത്രയും ഡയബറ്റീസ് രോഗികൾ ഇന്നുണ്ട്. ഇപ്പം ഇന്ത്യ എന്ന് വെച്ചാൽ ഡയബറ്റീസിന്റെ തലസ്ഥാനമാണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള രോഗികൾ ഉള്ള സ്ഥലമാണ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇത്ര ശതമാനം ഡയബറ്റീസ് രോഗികളിൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ജനറലി നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരിൽ ഇത്തരം പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഒരു ലോങ് ടേം ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അതിലൊക്കെ വളരെ കോമൺലി കാണുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. സ്ത്രീകൾ പറയാറുണ്ട് സൈസ് ഓഫ് ദ പെനീസ് ഡസൻ മാറ്റർ എന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സൈസ് എന്ന് സ്ത്രീകൾ പറയാറുണ്ട്. പക്ഷേ വൈ മെൻ ആർ സോ കോൺഷ്യസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ പെനിസ്? അവരും പെനിസിൻ്റെ സൈസുമായിട്ട് എന്താണ് ഇത്ര പ്രശ്നം? അല്ലെങ്കിൽ പെനിസിൻ്റെ സൈസ് അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് ബേസിക്കലി ഇതൊരു വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറലി കൗമാരപ്രായത്തിലും ഇതിലൊക്കെ വരുമ്പോൾ ഒരുപാട് പോൺ വീഡിയോസും ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ പോൺ വീഡിയോസിലൊക്കെ എന്താ, എല്ലാം ഒരു സ്റ്റേജ്ഡ് അഫെയർ ആണ് അല്ലേ, സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് അതൊക്കെ. അപ്പോൾ അതിൽ പിന്നെ കുറേ വീഡിയോസിലൊക്കെ ചില വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോപ്യൻ ആക്ടേഴ്സിൻ്റെയൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുന്നത്. നമ്മളെന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ പെനീസിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഓരോ റേസിനും ഡിഫറെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ ലെങ്ത്ത്, ഏറ്റവും ലെങ്തിയർ പെനിസ് ഉള്ളത് ആഫ്രിക്കൻസിനാണ്. അത് കഴിഞ്ഞ് കൊക്കേഷ്യൻസിനായിരിക്കാം. അത് കഴിഞ്ഞാണ് ഇന്ത്യൻ, സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിലേക്ക് വരുന്നത്. ഏറ്റവും ചെറിയ പെനിസുള്ള ചൈനക്കാർക്കാണ്. ഓക്കെ, അത് ലൈക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. ഓരോ റേസിനും ഡിഫറെൻ്റ് ആണ്. സോ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ പെനിസിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് കൊക്കേഷ്യൻ അഥവാ യൂറോപ്യൻ പോപ്പുലേഷനിലുള്ള പെനിസിനേക്കാളും ലെങ്ത് കുറവാണ്. ദാറ്റ് ഈസ് ലൈക്ക് വെൽ പ്രൂവൺ. ലോകത്തെമ്പാടും പല സ്റ്റഡീസും വന്നിട്ടുണ്ട്. അത് ഓരോ റേസിനും ഡിഫറെൻ്റ് ആണ് ഏത് പെനിസിൻ്റെ ലെങ്ത്. അപ്പോൾ ഓരോരുത്തരും കാണുന്ന വീഡിയോസും ഇതൊക്കെ കണ്ട് അതുപോലെ ആണ് എന്നുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റ്സ് കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും വരാറുണ്ട്. പലപ്പോഴും ഒ പിയിൽ വരാറുണ്ട്. നോർമലായിട്ടുള്ള ലെങ്ത് ആയിരിക്കും, നോർമൽ ഇന്ത്യൻ ഇതുണ്ടാവും. സർ ലെങ്ത് കുറവാണ് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന രോഗികളുണ്ട്. പിന്നെ നിങ്ങൾ ചില പത്രങ്ങളുടെ ഉൾപേജിൽ എടുത്ത് നോക്കൂ, പെനിസിൻ്റെ ലെങ്ത് കൂട്ടാനായിട്ടുള്ള ടാബ്ലറ്റുകൾ. ഇതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള, വെറുതെ ഒരാളുടെ ഇൻസെക്യൂരിറ്റീനെ നമ്മൾ സ്ക്യൂസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം ഒരു പത്രത്തിൽ തുറന്നു നോക്കണം, വയാഗ്രയ്ക്ക് പകരം വയാഗ്രോ മെയിൽ ഓർഗൻ്റെ ലെങ്ത് കൂട്ടാനായിട്ട് ടാബ്ലറ്റ്. അങ്ങനെ ഒരു ടാബ്ലറ്റ് ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വളരെ മിസ്കൺസെപ്റ്റ്സ് ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ലൈക്ക് പെനൈൽ ലെങ്ത് എന്ന് വെച്ചാൽ ഇന്ത്യൻ പെനിസ്, ഇറക്റ്റ് ഇന്ത്യൻ പെനിസിൻ്റെ, ഇന്ത്യക്കാരുടെ പെനിസിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണ്. നേരെ മറിച്ച് യൂറോപ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് വിൽ ബി സംവെയർ അറൗണ്ട് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് ഓരോ റേസിനും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇതനുസരിച്ചാണ് ആ മിസ്കൺസെപ്റ്റ് വെച്ചിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരങ്ങനെ ഒരുപാട് രോഗികൾ വരാറുണ്ട്. സാർ ലെങ്ത് കൂടാൻ എന്തെങ്കിലും ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട്. ഗിർത്ത് കൂടാനായിട്ട് ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട്. ഇതിനൊന്നും ടാബ്ലറ്റുകളില്ല. എന്നാലും ചിലരിൽ ലെങ്ത്ത് കുറവുള്ള ആൾക്കാരിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാനുള്ള ചില പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പൂട്ടുക എന്ന് വെച്ചാൽ നേരെ
5 സെന്റിമീറ്റർ ലെങ്ത് കൂട്ടാനൊന്നും പറ്റത്തില്ല. സോ നമുക്ക് പെനിസിന്റെ സൈസ് ലെങ്ത്തും വിഡ്ത്തും കൂട്ടാൻ പറ്റുമെന്നാണോ പറയുന്നത്? കൂട്ടാൻ പറ്റും, ചെറിയ രീതിയിൽ കൂട്ടാൻ പറ്റും. അതായത് അത് ശരിക്കും മെഡിക്കലി ഇൻഡിക്കേറ്റഡ് കേസസിൽ ലൈക്ക് റിയലി ഡിഫിക്കൽട്ടി ഉണ്ട്, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ആവറേജ് ലെങ്ത്തിനേക്കാളും ഒരു ലെങ്ത്ത് കുറവുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1-1.5 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ വരെയൊക്കെ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമുക്ക് പറ്റും. സർജറി വഴിയാണോ ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ, ഈ ലെങ്ത് വിഡ്ത്ത് അതൊരു കൂട്ടുന്നതിന്റെ സർജിക്കൽ procedure? മെത്തേഡാണ്. പെനീസിന്റെ ലെങ്ത് കൂട്ടാനായിട്ട് പ്രൈമർലി ശരിക്കും മെഡിക്കലി ഇൻഡിക്കേറ്റഡ് കേസസിൽ നമുക്ക് സസ്പെൻസറി ലിഗമെന്റ് റിലീസ് എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിലെന്താ വെച്ചാൽ പെനീസിന് സസ്പെൻസ് ലിഗമെന്റ് ഉണ്ട്. ദാറ്റ് ഗിവ്സ് ദ റിജിഡിറ്റി, എന്താ പറയുക, റിജിഡ് ഡയറക്ഷനൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിഗമെന്റ് ആണ്. ആ ലിഗമെന്റ് വേണമെങ്കിൽ കട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു 1.5 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ ലെങ്ത്ത് കൂട്ടാം ഓൺ ആൻ ആവറേജ്. ചില കേസുകളിൽ 3 സെൻറ്റിമീറ്റർ വരെയൊക്കെ ലെങ്ത്ത് കിട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ കുറച്ച് അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ ഡീപ്പ് ഇൻസൈഡ് പെനിസ്, ഡീപ്പർ പാർട്ട് ഓഫ് പെനിസിൽ നമ്മൾ ആ ഡിസെക്ഷൻ ചെയ്ത് അതിനെ റിലീസ് ചെയ്യേണ്ടി വരും. അതാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു പ്രൊസീജിയർ. അങ്ങനെ ഡോക്ടർ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. നമ്മൾ ലൈക്ക് വളരെ പെക്യുലർ ആയിട്ടുള്ള കേസസിന് ചിലപ്പോൾ ലെങ്ത് കുറവുള്ള ആൾക്കാർ, റിയലി അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് ആർ ഗുഡ് ആസ് വെൽ. അതുപോലെ തന്നെ വിഡ്ത്ത് ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ചില ആൾക്കാർ പറയാറുണ്ട്. വിഡ്ത്ത് കൂട്ടാനായിട്ട് നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കുറച്ച് ഗ്രാഫ്റ്റുകളൊക്കെ വരുന്നുണ്ട് വിഡ്ത്ത് കൂട്ടാനായിട്ട്. അപ്പോൾ അത് ബേസിക്കലി റെക്ടൈൽ വിഡ്ത്തല്ല കൂട്ടുന്നത്, ഔട്ടർ കവറിങ്ങിൻ്റെ വിഡ്ത്ത്. ഒരു പെനിസിന് ഒരു കവറിങ് ഉണ്ട്, ട്യൂണിക്ക ആൽബുജിനിയ എന്നുള്ളൊരു കവറിങ് ഉണ്ട്. ദാറ്റ് ഇസ് ഭയങ്കര ടഫ് ടിഷ്യൂ ആണ്. അതിനുള്ളിലാണ് ഇത്രയും ഹൈ ലെവൽ ഹൈ പ്രഷറിൽ ബ്ലഡ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്യൂണിക്ക ആൽബുജിനിയനെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ എവിടെയെങ്കിലും ചെറിയ ഹോൾ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്ഷൻ്റെ ഇത് ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് ഔട്ടർ കവറിങ്ങിൽ നമുക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റുകൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എടുത്ത് സംവെയർ അറൗണ്ട് ഒരു 0.5 സെൻറ്റിമീറ്റർ ഒക്കെ ഡയമീറ്റർ ചിലപ്പോൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. അതിന് ചില ഒരു ആൾക്കാർ വരാറുണ്ട്, ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാറുണ്ട്. അതെല്ലാം ഒരു കോസ്മെറ്റിക് ആണ് ബേസിക്കലി. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, ഇപ്പോഴത്തെ ആണുങ്ങളിൽ പിനായിൽ ലെങ്ത് ഭയങ്കര കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട്. ഇസ് ദാറ്റ് റൈറ്റ്? അത് ശരിയാണോ? എന്താണ്, അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റഡി ഉണ്ടോ? അങ്ങനെ സ്റ്റഡികളൊന്നും ഞാൻ ശാസ്ത്രീയമായിട്ട് വായിച്ചിട്ടില്ല. ചിലപ്പോൾ പ്രോബ്ലി ഓരോ എന്താ പറയുക, ലൈക്ക് ഓരോ ജനറേഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. നമ്മളുടെ ബോഡി ജനറ്റിക് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും. ജനറേഷൻ അനുസരിച്ച് അപ്പോൾ പെനിസ് ലെങ്ത് കൂടും കുറയൊക്കെ ചെയ്യും. സൂര്യ, ഇതിൽ ബേസിക്കലി കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ് ലിറ്ററേച്ചർ. 2023 ഒരു സിസ്റ്റമാറ്റിക് ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. സ്റ്റഡിയിൽ പറയുന്നത് വെച്ചാൽ അവർ മെഷർ ചെയ്തു 1942 മുതലുള്ള ഒരു 55,000 പുരുഷന്മാരിൽ ചെയ്ത സ്റ്റഡിയാണ്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ റീസെൻറ്റ് ഡെക്കേഡ്സിലും ഇതിലൊക്കെ വരുമ്പോൾ ആവറേജ് പെനൽ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏകദേശം 20% ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഇന്ന് നല്ല ന്യൂട്രീഷൻ ഉണ്ട് അല്ലേ. പണ്ട് ഇത്ര നല്ല ന്യൂട്രീഷൻ ആയിരുന്നില്ല. ഇപ്പോൾ ന്യൂട്രീഷണലി കുറേയും കൂടി നല്ല ന്യൂട്രീഷനാണ് ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഏർലി പ്യൂബർട്ടിയും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. ചിലർക്ക് ഏർലി പ്യൂബർട്ടി വന്നുകൊണ്ടും അത് കാണുന്നുണ്ടെന്ന് പറയും. ഇതാണ് അതൊരു കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷേ പ്രൂവൺ അല്ല കംപ്ലീറ്റ്ലി, ബട്ട് ദർ ഈസ് സം എവിഡൻസ് ദാറ്റ് ഓവർ എ ലൈക്ക് ജനറേഷൻ വന്നപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതിന് ഒരു ചെറിയൊരു എവിഡൻസ് ഉണ്ട്.